അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫെർട്ടിലൈസർ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ എൻ്റെ വീട്ടിലൊരു ചെടിയുണ്ട്. ആ ചെടി ഒരു വർഷത്തോളമായി പൂവുണ്ടാവുന്നില്ല. ആ ചെടി എന്താണെന്ന് വെച്ചാൽ കേരള കാലാവസ്ഥയിൽ എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. പക്ഷെ അത് ഞാൻ എന്തോ അത് മണ്ണിൽ നിന്നിട്ടൊരു ചട്ടിക്ക് നട്ടിട്ടുണ്ടായിരുന്നു. അതിന് കാട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെടി അതിന് ശേഷം ചട്ടിക്ക് മാറ്റിയതിന് ശേഷം അതിനൊരു പൂവില്ല, മുട്ടൂല, ഒന്നുമില്ല. ഞാനിങ്ങനെ ആലോചിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ 2-3 ഫ്രണ്ട്സുകാരുടെ വീഡിയോ കണ്ടിട്ട് അതിനൊരു സൊല്യൂഷൻ എടുത്തു. അപ്പോൾ എനിക്ക് നമ്മുടെ വീട്ടിലുള്ള നമ്മൾ വേസ്റ്റായി കളയുന്ന കുറച്ച് സാധനങ്ങളിൽ നിന്ന് ഒരു അടിപൊളി ഒരു വളം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആ ചെടിയിലൊന്ന് സ്പ്രേ ചെയ്തിട്ട് നോക്കണം, ഈ ഫ്ലവറൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ നോക്കണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ വളം കാണിച്ചു തരാം. ഇതാണ് ആ വളം. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഒരു മാസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന കുറച്ച് സംഭവങ്ങൾ ഒട്ടും കാശ് ചെലവില്ലാതെ ഉണ്ടാക്കിയെടുത്തൊരു അടിപൊളി വളമാണ്. അപ്പോൾ ഇത് ഇനി അരിച്ചെടുക്കണം. ഇപ്പോൾ ഒരു മാസത്തോളമായി ഞാനിത് ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചിട്ട്. അപ്പോൾ ഇത് എന്തൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ ലാസ്റ്റ് പറഞ്ഞുതരാം. അതിന് മുന്നേ നമുക്ക് നമ്മുടെ മുറ്റത്തെ ചെടി ഒന്ന് കാണാം. എന്നിട്ട് ഇത് എങ്ങനെയാണ് അതിൽ നമ്മൾ അപ്ലൈ ചെയ്യണത്. പിന്നെ ആ ചെടി ഞാനൊന്ന് കുറച്ച് നല്ലൊരു ഏരിയയിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു കുപ്പിയിൽ ഈ വളം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ മതിലിൻ്റെ മുകളിലിരിക്കണ ഈ ചെടിയണ്ട, ഇതാണ് ഒരു വർഷത്തോളമായിട്ട് എന്നെ ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചെടി കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഈ ചെടിയിലും പൂവുണ്ട്. അതിൻ്റെ വേറെ കളറ് ചെടി അപ്പുറത്തിൻ്റെ അതിലും പൂവുണ്ട്. പക്ഷെ ഇതിൽ കണ്ട, ഇതിൽ പൂവുണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് എന്നെ ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കണതാ. നന്നായിട്ട് പൂവുണ്ടായിരുന്നൊരു ചെടിയായിരുന്നു. അതിന് ഞാനൊരു നല്ലൊരു ചട്ടിയിലേക്ക് മാറ്റിയതിൻ്റെ പ്രതിഷേധമാണെന്ന് അറിയില്ല. അപ്പം എന്തായാലും നമുക്ക് ഈ ചെടിയിലാണ് കേട്ടോ സ്പ്രേ ചെയ്ത് പരീക്ഷണം നടത്താൻ പോണത്. അങ്ങനെ ഇത് സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ചെടി. അപ്പോൾ ഇതിൽ നോക്കി നോക്കുമോ, ഒരു മുട്ട് പോലും ഇല്ല. പേരിന് എന്തെങ്കിലും ഒരു മുട്ട് വേണ്ടേ. ഇതിൽ പൂമ്പാറ്റൊക്കെ വന്നിരിക്കുന്നുണ്ട്, പക്ഷെ ഇതിനൊരു മുട്ട് പോലും ഇല്ല. അപ്പോൾ ഇത് നല്ല വേരൊക്കെ ഓടിയിട്ടുള്ള കമ്പൊക്കെ ഇതിനുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തൈകൾ ഉണ്ടാക്കാനൊക്കെ നല്ല സുഖമാണ് ഇതിന്. പക്ഷെ ഞാൻ ആ മരുന്ന് ആദ്യം ഇതിൽ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് നോക്കാം കേട്ടോ, അതിലെങ്ങനെയാണ് പൂവൊക്കെ വരുമോ എന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ മരുന്ന് കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരു കുപ്പിയിലാക്കിയാൽ മതി. എന്നിട്ട് ഇതിനിങ്ങനെ തെളിച്ചു കൊടുക്കാം. കുറച്ച് മരുന്ന് ഇതിൻ്റെ കടക്കൽക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ശരീരത്തിൻ്റെ മുകളിലേക്കും നമ്മൾ മരുന്നാവുന്ന രീതിയിൽ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കണേ. ഇതിപ്പോൾ നമുക്ക് ശരിക്കും മഴ നനയാത്തൊരു ഏരിയയിലായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. നല്ല മഴ നനഞ്ഞിട്ട് ഈ വളം ഈ മരുന്ന് പോകുമൊന്നുമില്ല. ഈ ഒരു വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫസ്റ്റ് തന്നെ അതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ. ഒന്നുമില്ല മിഠായിയുടെ എന്തിൻ്റെയിലൊക്കെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ പഴയതെടുത്താൽ മതി. പിന്നെ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന നമ്മൾ കറിക്ക് വേണ്ടി എടുക്കുന്ന സവാളയുടെ തൊലി, അതുപോലെ മുട്ടത്തോട്, പുഴുങ്ങിയ മുട്ടത്തോടായാലും കുഴപ്പമില്ല, അല്ല സാധാരണ മുട്ടത്തോടായാലും കുഴപ്പമില്ല, അതെടുക്കാം. പിന്നെ ഇതുപോലെ കുറച്ച് ചായപ്പിണ്ടി അത് വേണം. പിന്നെ ഇതുപോലത്തെ കുറച്ച് കടലാസ് നനഞ്ഞ് നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇങ്ങനെ നനഞ്ഞിട്ടുള്ള കടലാസില്ലേ, അത് വേസ്റ്റ്, അത് കളയണ്ട, അത് നമുക്കിതിന് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഐറ്റംസ് മതി, ഇത്രയും ഐറ്റംസ് മതി കേട്ടോ. ഇതുപോലുള്ള ഒരു അടപ്പുള്ള ഒരു കുപ്പിയിലേക്ക് ആക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ മുട്ടത്തോടും ഉള്ളിത്തൊണ്ടും
അതുപോലെ പേപ്പർ, ഇതുപോലെ കളയാൻ വെച്ചിട്ടുള്ള നനഞ്ഞ പേപ്പറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു ദിവസത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലെ സംഭവങ്ങളാണിത്. അത് മതിയാവും നമുക്ക് ഒരു നല്ല കുറേ ചെടികൾക്ക് സ്പ്രേ ചെയ്യാൻ. ഈ ഒരൊറ്റ ദിവസത്തെ സംഭവം മതിയായിരിക്കും കേട്ടോ. അപ്പം എല്ലാം ഒരു കുപ്പിയിലേക്കാക്കി. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം ശർക്കര ഇട്ടാൽ ചെറിയൊരു പീസ് ശർക്കര വേണം. ഇത് നമ്മൾ ഇടുന്നത് ഇതിൽ നിന്ന് ദുർഗന്ധം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക. ഇത്രയും മതി. എന്നിട്ടിത് നന്നായിട്ട് അടച്ചേർക്കണം. ഇതാണ് ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കാനുള്ള പ്രോസസ്സ്. അപ്പോൾ ഇത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് നമുക്കിത് എവിടെയെങ്കിലും മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇത് എത്ര ഒരു മാസം ഇരുന്നാലും ഇത് ഇതേപോലെ തന്നെ ഇരിക്കും. നമ്മളിങ്ങനെ എടുത്ത് വെക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ കാഠിന്യം കൂടി വരും കേട്ടോ. വളത്തിൻ്റെ ഒരാഴ്ച വേണമെങ്കിൽ അങ്ങനെ വെച്ചിട്ട് എടുത്ത് ഉപയോഗിക്കാം. നല്ല ഒരു മാസമോ 2 മാസമൊക്കെ വെക്കാം, അതിനൊന്നും കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത്. ഇതൊരു മാസമായതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഈ വളം സ്റ്റോർ ചെയ്യാൻ വെക്കുന്നത് ഇവിടെ സ്ലാബിൻ്റെ അടിയിലാണ് കേട്ടോ. അധികാരമൊന്നും തട്ടാത്തൊരു ഏരിയയിൽ നോക്കിയിട്ടാണ് ഞാനിത് വെക്കുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ ഒരു വളം അരച്ചെടുക്കണം. ഇതിലെ വെള്ളം നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെ വേറെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനിതിൻ്റെ മൂടി തുറന്നപ്പോൾ ഇതിന് യാതൊരു സ്മെല്ലും ഇല്ല. ഇതിൽ ശർക്കര ഇട്ടതുകൊണ്ടാണ് കേട്ടോ ആ സ്മെല്ലൊന്നും ഇല്ലാത്ത. അപ്പോൾ ഇതുപോലെ വളങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കഷ്ണം ശർക്കര ഇട്ട് വെച്ചാൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ലേ. നമുക്കിത് അരിച്ചെടുക്കാം. ഈ വേസ്റ്റ് നമ്മൾ ഏതെങ്കിലും നല്ലൊരു ചെടിയുടെ കടക്ക്, അതായത് പച്ചക്കറി ആയിട്ടുള്ള വല്ല ചെടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ കടക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അവരെ മുളക് തൈ അല്ലെങ്കിൽ വേപ്പ് അതിൻ്റെയൊക്കെ ചോട്ടിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. ഈ ഒരു വേസ്റ്റ് ഇങ്ങനെ ഒരു മരുന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കതൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് ആക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കുപ്പിയിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ മൂടിക്ക് ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. എന്നാലും നമുക്കത് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതുപോലെ ഒരു കുപ്പി, ഒരു പകുതി കുപ്പിയാണ് നമുക്ക് മരുന്ന് കിട്ടിയിട്ടുള്ളത്. വളം ഇതുപോലെ ഒരു പകുതി ഒരു കുപ്പി വളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഫുള്ളും വെള്ളമാക്കി എടുത്തിട്ട് ഈ വളം നമുക്ക് നേർപ്പിക്കാം. എന്നിട്ട് വേണം ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നേരിട്ടിട്ട് ഇത് ഒഴിക്കരുത്. ഇത് കുറേ ദിവസം ഇരുന്നൊരു വളമായതുകൊണ്ട് നമ്മളിതിൽ ഫുള്ള് വെള്ളം ഒഴിച്ചിട്ട് വേണം, ഈ കുപ്പിയിൽ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. പൂക്കൾ ഉണ്ടാവാനും പിന്നെ അതുപോലെ കായ്കൾ ഉണ്ടാവാനൊക്കെ ബെസ്റ്റാണ്. പൂക്കൾ ഉണ്ടാവാനാണ് ഏറ്റവും മെയിനായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ഹോള് കുപ്പിയുടെ മൂടിക്ക് ഇട്ട് കൊടുക്കുക. 2-3 ചെറിയൊരു ഹോള് 1-2 ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഈ കുപ്പി നമുക്ക് ഇതുപോലെ അടച്ചേക്കാം.